വർക്ക് ചെയ്യാൻ തുടങ്ങി. കട്ടിങ് ആരംഭിച്ചിട്ടോ. ഇനി ഇവരുണ്ടല്ലോ, ആർക്കെങ്കിലുമൊക്കെ കമ്പിയോ കരിങ്കല്ലോ കോൺക്രീറ്റ് ഒക്കെ കട്ട് ചെയ്യണ്ട പറഞ്ഞോളിട്ടോ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ NH66 ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഞള്ളത് നമ്മുടെ അറപ്പുഴ പാലത്തിന്റെ മുകളിലാട്ടോ. അറപ്പുഴ പാലത്തിന്റെ മുകളിൽ ഈ പാലത്തിന്റെ ഫുട്പാത്ത് കട്ട് ചെയ്യുന്ന കാഴ്ച, അടിപൊളി കാഴ്ച കാണിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള കട്ടിങ് നടക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കട്ടിങ്ങിൻ്റെ കാഴ്ചയിലേക്ക് തന്നെ പോവാം. ഇവിടെയാണ് ലാസ്റ്റ് ഫൈനൽ ഏരിയയിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന കാഴ്ച കുറേ കാലമായി കാണിക്കണം ഇങ്ങനെ പറയുന്നു. വെള്ളം അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതാട്ടോ നമ്മുടെ കേബിളാണ്, ഡയമണ്ട് കേബിള്. അതിനെ കൊണ്ടാണ് നമ്മുടെ 2 അടിയോളം ഹൈറ്റുള്ള ഫുട്പാത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. 2 അടി ഹൈറ്റ് തന്നെ, 2 അടി കറക്റ്റ് ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ അടുത്ത് നിന്ന് എടുത്ത പീസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. യെസ്, 2 അടി തിക്കുണ്ട് കേട്ടോ. കേട്ടേക്കാം. ഓക്കെ, ഇവരൊക്കെയാണ് അതിൻ്റെ ജോലിക്കാർ. ओके, अब केबल टूट जाएगा, केबल टूट जाएगा। वो रोप टूट गया ओके. അതിൻ്റെ പോലെ കട്ട് ചെയ്ത് നമ്മുടെ ക്രെയിൻ ഉണ്ടല്ലോ, അത് വെയിറ്റ് ചെയ്ത് ഇനി ക്രെയിനിൻ്റെ മുകളിൽ ടൈറ്റാക്കി പിടിച്ചതാട്ടോ, ചങ്ങല കെട്ടിട്ട്. അപ്പോൾ അവരൊക്കെ പണിക്കാർ ടാറ്റാട്ടുണ്ട്. അങ്ങനെ അത് ബാക്കോട്ട് കൊണ്ടുപോവാണ്. ഫുള്ള് കേബിളാണ് ഇവിടെ കംപ്ലീറ്റ്. അത് ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവരുടെ കേബിൾ മൊത്തം പൊട്ടിപ്പോയിട്ട് ഇവർ പുതിയ കേബിൾ ചെയ്തിട്ട് ഇങ്ങനെ നിന്നതായിരുന്നു. അപ്പോൾ അതാ കേബിളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് കുറച്ചും കൂടി ഉള്ളൂ. ഇതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കട്ടിങ് കഴിഞ്ഞു. നമ്മുടെ ദുർഗേഷ് ഭായ് ഓക്കെ. ആ കേബിൾ ഇടുന്നത് എങ്ങനെ അറിയാം, അവിടെ ഒരു ഹോൾസ് ഇട്ടിട്ട് ഡ്രില്ല് ചെയ്ത് ഹോൾസ് ഇടുക ചെയ്യാം കേട്ടോ, കേബിള് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അങ്ങനെ അത് ആ പൊട്ടിയ കേബിൾ അങ്ങനെ എടുക്കാൻ നോക്കാം നമുക്ക്. കമ്പ്യൂട്ടർ അപ്പം അതിൻ്റെ അടിയിലേക്ക് അത് തൂങ്ങിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, അതാ അതിൻ്റെ അടിയിലേക്ക് കമ്പ്യൂട്ടർ എടുത്തിട്ട്. ഓക്കെ, അതുപോലെ അവർ ആദ്യം ഹോൾസ് ഇട്ടിട്ട് ഈ കേബിളിൽ തൂക്കിയിട്ട് ഇങ്ങനെ എടുത്ത്, അതുപോലെ ഈ ഇപ്പുറത്തെ ഭാഗത്തും ഹോൾസ് ഇട്ടിട്ട് അതിലെ തൂക്കി ഇതിലെ എടുക്കുക, ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കുക. അതന്നെ പരിപാടി. ഇതിന് ശേഷം നമ്മുടെ മെഷീൻ്റെ മുകളിലേക്ക് ചുറ്റി കൊടുക്കുക. ഓക്കെ, ആ പൊട്ടിയ കേബിൾ അവർ ഇതിലേ കൊണ്ടുവരാം. എന്താല്ല പരിപാടി. ഈ കേബിൾ കൊണ്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പരിപാടി. കേബിള് കാണാത്തോലൊന്നും ഇല്ലല്ലോ അല്ലേ. അല്ല, ഇതാണ് നമ്മുടെ ഡയമണ്ട്. ഇങ്ങനെ ഇടക്കിടക്ക് 1 ഇഞ്ച് ഇടവിട്ടിട്ടാട്ടോ ഡയമണ്ടിൻ്റെ ആ ചുറ്റിൽ. അതിനെ കൊണ്ടാണ് ഇത് കട്ടായി ഇങ്ങനെ വരുന്നത്, മുറിഞ്ഞ് വരും. അതൊക്കെ ഫുള്ള് പീസുകൾ. എത്ര 350ഓളം മീറ്റർ, എത്ര 290 മീറ്റർ നീളത്തിലല്ല നമ്മുടെ ബ്രിഡ്ജിൽ. അത്രയും ഭാഗം അവർ ഇതുപോലെ പീസാക്കി നമ്മുടെ ഫുട്പാത്ത് മൊത്തം കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അവരെ കേബിള് ജോയിൻ്റ് ചെയ്യുന്ന കാഴ്ച കാണിക്കട്ടെ. ഓക്കെ, പൊട്ടിയ കേബിൾ പെട്ടെന്ന് ജോയിൻ്റ് ചെയ്യാൻ കേട്ടോ, വേറൊരു പീസായിട്ട് അവർ.
അതിൻ്റെ ജോയിൻറ്റിങ് പരിപാടി ഇങ്ങനെ നടക്കാൻ പോകുന്നത് കേട്ടോ. ഓരോ ജോയിൻറ്റും വെവ്വേറെ തന്നെ. അതിൻ്റെ ഇടയിൽ ഇത് അവിടെ നമ്മുടെ ചങ്ങല അടുത്ത പീസിന് വേണ്ടി കൊളുത്തുന്ന കാഴ്ച കാണാം. അടുത്ത പീസിൻ്റെ ഉള്ളിൽ നേരത്തെ കൊളുത്തി വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതവരെ ടൈറ്റാക്കി വെച്ചു. ഓക്കെ, രണ്ടും കൂടി അവർ ജോയിൻ്റ് ആക്കി ഇനി അത് ടൈറ്റാക്കി കൊടുക്കണം പരിപാടി. ആ പൊട്ടിപ്പോയ പീസിലേക്ക് വേറൊരു കഷ്ടം അവർ എക്സ്ട്രാ കയറ്റി കേട്ടോ. ഇതുപോലെ തന്നെ അവിടെ ഒരുപാട് പീസുകൾ ഇവിടെ ഉണ്ട്. ആവശ്യം പൊട്ടിപ്പോയാൽ കൂടുതൽ പൊട്ടുട്ടോ. കോൺക്രീറ്റിൻ്റെ കട്ടിങ്ങിൽ എടുത്ത് കൂടുതൽ പൊട്ടും. കരിങ്കല്ല് കട്ട് ചെയ്യുന്നതിൽ അവരൊരു അവസാനം വരെയൊക്കെ കിട്ടും. ചില നേരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ പൊട്ടിപ്പോവുക. പക്ഷേ കോൺക്രീറ്റിലെ കമ്പി ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വരണ്ടേ. അവരോട് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞിട്ട് കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കലുണ്ട് കൂടുതലും. പക്ഷേ അതിനനുസരിച്ചുള്ള റേറ്റ് കൂടുട്ടോ. അവർക്ക് സബ്ബാണ്, റൈറ്റിനാണ് ഇവർ ചെയ്യുന്നത്. ആർക്കെങ്കിലുമൊക്കെ കമ്പിയോ കരിങ്കല്ലോ കോൺക്രീറ്റ് ഒക്കെ കട്ട് ചെയ്യാണ്ട് പറഞ്ഞോളിട്ടോ. നമ്പർ ഞാൻ ഇതിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. നമ്മളെ ദുർഗേഷ് ഭായിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും കരിമ്പാറ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. ഇനി നമ്മുടെ മെഷീന് കുറച്ച് മുന്നോട്ടാക്കേണ്ടി വരും. യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ മെഷീൻ അതാ കുറച്ച് മുന്നോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ മുന്നോട്ട് കുറച്ചാക്കുമ്പോൾ ഈ കേബിള് ആ വീലിൻ്റെ മുകളിൽ ഇടാൻ സുഖമാണ്. ആ കേബിള് നമ്മുടെ വീലിൻ്റെ മുകളിലേക്ക് അവരത് കൊളുത്താൻ പോവുകയാണ്. ഓക്കെ, അതിൽ കൊളുത്തി. ഇനി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തത് ടൈറ്റ് ആകുന്നതോടുകൂടി പിന്നെ അവർക്ക് കറക്റ്റ് വർക്ക് ചെയ്യാം. ഇവിടെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ട് മെഷീൻ്റെ മുകളിൽ. ഇതൊക്കെ നമ്മുടെ രാജസ്ഥാൻ ടെക്നോളജിയാണ്. हाय दोस्तों, हमारा काम अच्छा लगे तो हमारे को सपोर्ट करो. ओके, आपका बॉस का नंबर डालेगा. വർക്ക് ചെയ്യാൻ തുടങ്ങി, കട്ടിങ് ആരംഭിച്ചിട്ടോ. ഇനി ഇവരുണ്ടല്ലോ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ബാക്ക് സൈഡിലാണ് ഷീറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ അപ്പാരെ തെറിക്കുക. അതിന് വേണ്ടിയിട്ട് അവിടെ റോഡിലേക്ക് തെറിക്കാക്കാൻ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ബാക്കോട്ടാണ് തെറിക്കുക. ആ സ്ഥലത്തൊന്നും ആൾ നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മുറിയുന്നത് വരെ നമ്മുടെ ക്രെയിന് അതിനെ ടൈറ്റാക്കി പിടിച്ചുകൊണ്ട് നിൽക്കും. ആ പിടിച്ച് പിന്നെ പൊട്ടിക്കഴിഞ്ഞാൽ തൂക്കിയെടുത്തിട്ട് ഇതുപോലെ
പീസുകളാക്കി ഒരു ഭാഗത്ത് എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മറ്റേ ആ ക്രാഷ് ബാരിയറിലല്ലോ, അതുപോലെ സൈഡിലുള്ള ആ പിടുത്തം അതിൻ്റെ മുകളിൽ അതൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടല്ലോ, മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ലൈനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വർക്ക് ഇവിടെ ബ്ലോക്ക് ഈ റോഡിൻ്റെ മുകളിൽ കൂടിയാണ് ഇപ്പോൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ പോകുന്നത്. അവിടെ നിന്ന് കൂടുതൽ വാഹനങ്ങൾ ബ്ലോക്ക് വരുന്ന സമയത്ത് ഇവർ ഇതിലെ വാഹനങ്ങൾ വിടുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അർപ്പയ പാലത്തിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ബോക്സ് ഗേറ്റർ എടുത്ത് വെക്കുന്ന ജോലികളാണ്. ബാക്കിയുള്ള ജോലികൾ മൊത്തം കഴിഞ്ഞിട്ടോ. അതിൻ്റെ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ആ ബോക്സ് വരെ വാർക്കുന്ന എല്ലാ ജോലിയും കഴിഞ്ഞു. ഇനി ബോക്സ് ഗേറ്റർ പൂനെയിൽ നിന്ന് ഇവിടേക്ക് എത്തുക. പൂനെയിൽ നിന്ന് കൊണ്ടുവരാൻ ഒരുപാട് ലോറികളുണ്ട് കേട്ടോ, ഒരുപാട് ട്രക്കുകളുണ്ട് കൊണ്ടുവരാൻ. കോരപ്പുഴ പുറക്കാട്ടിലൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടുത്തെ വർക്ക് ഏകദേശം ആയി കഴിഞ്ഞാലേ ഇവിടെ തുടങ്ങുള്ളൂ എന്നാണ് തോന്നുന്നത്. അതിന് വെയിറ്റ് ചെയ്യാം. അവിടെ ഒരു സൈഡ് അപ്രോച്ച് റോഡിൻ്റെ ഒരു കോൺക്രീറ്റിൻ്റെ വർക്ക് അവിടെ നടക്കാറുണ്ട്. അതവിടെ കമ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ അതുപോലെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഏതായാലും ഫിനിഷിങ് കേട്ടോ. ആ ഭാഗത്ത് ഫുള്ള് ഗേബിയൻ വാളൊക്കെ വെച്ച്, ഗേബിയൻ വാൾ നമ്മുടെ കരിങ്കല്ലില്ലേ നെറ്റിൽ വെച്ചിട്ട്, നെറ്റിൽ കരിങ്കലിൻ്റെ കഷ്ണം നിറയ്ക്കുന്ന വാളാണ് ആ ഭാഗത്തുള്ളത്. അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. അവിടെ CTSP മിക്സിങ് ടാറിങ് അതുവരെ ചെയ്യാനുള്ള പരിപാടി അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാട്ടാ നമ്മുടെ അർപ്പയ പാലത്തിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അങ്ങനെ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വീതിയുള്ള ഒരു ഏരിയയായി മാറിയിട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.